യാത്രയുടെ അവസാനമല്ല, മറ്റൊരു യാത്രയിലേക്കുള്ള കാൽവെപ്പുകൾ. ജീവിതയാത്രയിൽ തിരക്കുകളുടെ ഇടയിൽ നാം മറന്നുപോകുന്ന ഒരു വസ്തുത, എന്നാൽ ആർക്കും തടുക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യം. ആരെയും നടുക്കുന്ന നിമിഷങ്ങൾ, മാനുഷിക കണക്കുകൂട്ടലുകളെ തിരുത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായി അത് വരുന്നു. ആബാലവൃദ്ധം സകലരും നേരിടുന്ന ഒരു സത്യം, ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും തടുക്കുവാൻ കഴിയാത്ത ആ നിമിഷം. യൗവനത്തിന്റെ പ്രസരിപ്പോടെ ഇതാ നവീൻ, സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാൻ, ഉന്നത വിദ്യാഭ്യാസവും നല്ല ജോലിയും കൈനിറയെ പണവുമുള്ളവൻ. തന്റെ ആരോഗ്യത്തിലും സൗഭാഗ്യത്തിലും ആനന്ദിക്കുകയും കൂട്ടുകാരോടൊത്ത് സന്തോഷിക്കുകയും ചെയ്യുന്ന ഈ നവീൻ, ജീവിതത്തിൽ ഒരിക്കലും തളരില്ല എന്ന് കരുതിയ നവീൻ ഇതാ ഒരു ചോദ്യത്തിന് മുമ്പിൽ തളരുന്നു. ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ആഘോഷത്തിന്റെ തുടക്കത്തിലേ അവസാനമായോ? ഹോ, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇവിടെ തീരുകയാണോ? എൻ്റെ കൂട്ടുകാരില്ലാത്ത ഈ യാത്ര, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ. എൻ്റെ അധ്വാനമെല്ലാം നിഷ്ഫലമായോ? അയ്യോ, എനിക്ക് ചിന്തിക്കാനേ വയ്യ. സുരക്ഷിതമായ ജോലി, നല്ല സാമ്പത്തിക ഭദ്രത, സ്നേഹിക്കുന്ന ഭാര്യ, ഇതിലപ്പുറം എന്തു വേണം? ആധുനിക തലമുറയിൽ മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു കുടുംബം. തൻ്റെ തിരക്കുകളൊന്നും കുടുംബ സന്തോഷങ്ങളെ ബാധിക്കരുത് എന്നാഗ്രഹിക്കുന്ന അഭിഷേക്, തൻ്റെ ജീവിതത്തിലെ ഐശ്വര്യം മുഴുവൻ തൻ്റെ ഭാര്യ ഐശ്വര്യാണെന്ന് കരുതുന്ന നല്ല ഭർത്താവ്. തൻ്റെ ക്ഷീണമെല്ലാം ഈ സന്തോഷത്തിൽ അദ്ദേഹം മറക്കുന്നു. ഈ സന്തോഷങ്ങളെയെല്ലാം തച്ചുടച്ചുകൊണ്ട് ഇതാ ആ നിമിഷം. ഞാനില്ലാതെ എൻ്റെ കുടുംബം, എൻ്റെ മക്കളുടെ ഭാവി, എൻ്റെ ഭാര്യ, ആസ്വദിച്ചു തീരാത്ത എൻ്റെ കുടുംബജീവിതം തീർന്നില്ലല്ലോ എൻ്റെ ദൈവമേ. എൻ്റെ ഐശ്വര്യം, ഓ എൻ്റെ കുഞ്ഞുങ്ങൾ. മനുഷ്യരെല്ലാവരും സൗഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഈ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള തത്രപ്പാടിൽ നമ്മുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായി മരണം നമ്മെ തേടിയെത്തുന്നു. ജീവിതം നൈമിഷികമാണ്. ഈ ലോകം മരണത്തെ വളരെ ഭയത്തോടെ കാണുന്നു. മരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വളരെ വലിയതാണ്. മരണത്തിനപ്പുറം എന്തെന്ന് വ്യക്തമായ ധാരണ ഇന്ന് പലർക്കുമില്ല. മരണവും മരണത്തിന് ശേഷം എന്തെന്നും വ്യക്തമായ ധാരണയോടുകൂടെ മരണത്തെ പുൽകുവാനായി കടന്നു വന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. പിതാവേ, ലോകാരംഭത്തിന് മുൻപ് തന്നെ നീ എന്നെ മഹിമപ്പെടുത്തിയതുപോലെ ഇപ്പോഴും എന്നെ മഹിമപ്പെടുത്തണമേ. പ്രബോധക, വിജയിച്ചാലും സ്വീകരിക്കാൻ തന്ന ചുംബനം ഒറ്റിക്കൊടുക്കുവാനും തരുന്നുവോ യൂദാസ്? പ്രവാചക, ഇവരുന്നയിക്കുന്ന ആരോപണങ്ങൾ വാസ്തവമാണ്. നീ യഹൂദരുടെ രാജാവാണ്. നീ രാജ്യം സ്ഥാപിക്കാൻ തുനിഞ്ഞോ? എന്റെ രാജ്യം വേറെ, അത് സ്ഥാപിക്കൽ വേറെ. ഏതാണ് രാജ്യം? നീതി, ന്യായം, സമാധാനം ഇവ എവിടെയുണ്ടോ അതാണ് എന്റെ രാജ്യം. ആരാണ് സ്ഥാപിച്ചത്? എന്റെ സ്നേഹം അറിഞ്ഞവര്. അതായത് യഹൂദരുടെ രാജാവായ മിശിഹ ആകുന്ന ക്രിസ്തു നീയാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എന്നാൽ ഇനിമേൽ മനുഷ്യകുമാരൻ
സർവശക്തി സമ്പന്നനായ ദൈവത്തിന്റെ വലതുവശത്തിരിക്കുന്നത് നിങ്ങളെല്ലാം കാണുന്നതാണ്. ഇരുപത്, 21, 22, 23, 28, 29, 30, 38, 39. നിർത്ത്. ഈ ദാരുണഹിംസ കണ്ടിട്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് ശാന്തമായെന്ന് കരുതുന്നു. ഇല്ല ഇല്ല, അവനെ കുരിശിലേറ്റാലേ ഞങ്ങളുടെ മനസ്സ് ശാന്തമാകും. അവനെ ക്രൂശിക്കുക. നിങ്ങളുടെ ആഗ്രഹപ്രകാരം മരണശിക്ഷ വിധിച്ചാൽ തന്നെയും ഈ പെസഹാ ദിവസത്തിൽ ഒരാളുടെ മരണശിക്ഷ റദ്ദ് ചെയ്യുന്ന ആചാരവും അധികാരവും നമുക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ ആ അധികാരപ്രകാരം ഈ യേശുവിന് മാപ്പ് കൊടുത്ത് മോചിപ്പിച്ചിരിക്കുന്നു. പാടില്ല. വേണമെങ്കിൽ ആചാരപ്രകാരം ബറാബാസിനെ വിട്ടയച്ചുള്ളൂ. അതെ, ബറാബാസിനെ വിട്ടയക്കണം. യേശുവിനെ കുരിശിലേറ്റണം. തിരിച്ചുപറിക്കാരനും കൊലയാളിയും രാജ്യദ്രോഹിയും. അവനെ വിട്ട് നിങ്ങൾ യഹൂദരുടെ രാജാവായ ഈ യേശുവിനെ കുരിശിലേറ്റണം. ഞങ്ങളുടെ ഒരു രാജാവല്ല, ഈശ്വരാണ് ഞങ്ങളുടെ രാജാവ്. യേശുവിനെ കുരിശിലേറ്റി ബറാബാസിനെ വിട്ടയക്കണം. ഈ പ്രതികൾ പറഞ്ഞതിനെതിരായി യേശുവിനെ വിടാനാണ് വിചാരിക്കുന്നതെങ്കിൽ രാജ്യദ്രോഹിയെ വെറുതെ വിട്ടെന്ന് സീസറിനോട് പരാതി പറയുന്നതാണ്. പ്രതികൾ പറയുന്നത് മാനിച്ച് യേശുവിനെ കുരിശിലേറ്റുക. ഈ പാപം നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലും ഉണ്ടാകാതിരിക്കും. നീതിന്യായ പീഠങ്ങൾ നിരപരാധിയെന്ന് വിധി എഴുതിയവൻ. ഞങ്ങളുടെ മക്കളുടെ മേലും ഉണ്ടായിക്കൊള്ളട്ടെ. യേശുവിനെ കുരിശിലേറ്റുക. റോമൻ ചക്രവർത്തി സീസറിന്റെ പ്രതിനിധിയായി യഹൂദരാഷ്ട്രമായ ചുടിയ ഭരിച്ചു വരുന്ന പഞ്ചമഭില്യൂതസ് എന്നു പേരുള്ള ഞാൻ നസറേയനായ ഈ യേശുവിന്റെ പേരിൽ യൂതമത മണ്ഡലം വിധിച്ച 5 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവുമില്ലെന്ന് തെളിയിക്കപ്പെട്ടവൻ ഇതാ തന്നെത്താൻ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇത് ഒരു പ്രവചനത്തിന്റെ നിവൃത്തീകരണം. യേശു ഭൂമിയിൽ ജനിക്കുന്നതിന് 650 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായുമിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മനുഷ്യൻ ചെയ്തൊരു പാപം
മരക്കുരിശായ തോളിലേറി മനുഷ്യൻ ചെയ്തൊരു പാപം മരക്കുരിശായ തോളിലേറി. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. കാത്തുനിന്നു കാത്തുനിന്നു. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെയിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും എന്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. സ്ത്രീകളെ, എന്നെക്കുറിച്ച് കരയണ്ട. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും കരയുക. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ഒഴുകുന്നു ആലംബമറ്റവർക്കാശ്രയമരുളുമാ പൊന്നേനിയിൽ ചാട്ടകൾ വീഴുന്നു. അജയ്യനവനും തളരുന്നുവെന്നോ അബലകൾ തേങ്ങി കരയുകയല്ലേ കരയുകയല്ലേ. പുറപ്പെടുന്നു സ്നേഹരഥം, പിറന്നിടുന്നു ക്ഷമായുഗം. മനുഷ്യനായി നീ ദൈവമേ, മനുഷ്യനായി നീ ദൈവമേ. ഉരുകി നൽകി കാന്തിപഥം, പുറപ്പെടുന്നു സ്നേഹരഥം. പുൽക്കൊടിയെയും സ്നേഹിച്ചവനെ, ദുഃഖിതരുടെ പ്രിയ നായകനെ. പുൽക്കൊടിയെയും സ്നേഹിച്ചവനെ, ദുഃഖിതരുടെ പ്രിയ നായകനെ. ചിത്രവധം ചെയ്യുന്നത് കണ്ടു ദിക്കുകൾ പോലും നടുങ്ങുകയാ, ദിക്കുകൾ പോലും നടുങ്ങുകയാ. പരമഗുരുവാം രക്ഷകൻ തന്റെ പവിത്ര പാദങ്ങൾ. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും.
അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. കല്ലുകൾ പോലും കരയും നീ വീടേ